നമസ്കാരം. കെമിസ്ട്രിയുടെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്നും എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ വരയ്ക്കുന്നതെന്നുമാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയേക്കുക. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നടുക്ക് ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. നമ്മുടെ ഈ റുദർഫോർഡ് കണ്ടുപിടിച്ച കാര്യമാണ് അല്ലേ? റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ റുദർഫോർഡ് കണ്ടുപിടിച്ച കാര്യമാണ്. ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനുശേഷം വന്ന സയൻറ്റിസ്റ്റുകളെല്ലാം കൂടെ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി. എന്താണ്? ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും നിറഞ്ഞിരിക്കുകയാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ന്യൂട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. ഇനി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്ലാനറ്ററി മോഡൽ എന്നാണ് പറയുന്നത്. പ്ലാനറ്ററി മോഡൽ. ഇതിനകത്ത് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാ, ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കറിയാം, ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നടുക്ക് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഈ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകളുണ്ട് എന്ന് നീൽസ് ബോർ പറഞ്ഞു. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോൺ കറങ്ങുന്ന പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റ്, അതിന് നമ്മളൊരു പേര് പഠിച്ചു. എന്തൊക്കെയാണ്? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഒ അങ്ങനെ പോകും അല്ലേ? കെ എൽ എം എൻ അങ്ങനെ പോകും, കെ എൽ എം എൻ ഒ അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഈ ഷെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെല്ലിനകത്ത് വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഓരോ ഷെല്ലിലും വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കാം. കെ ഷെല്ലിൽ വെക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം 2 കെയിൽ നമുക്ക് 2 ഇലക്ട്രോൺ വെക്കാൻ പറ്റും മാക്സിമം. ഓക്കെ, എല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺ, അതിൽ കുറവ് വയ്ക്കാം, കൂടാൻ പാടില്ല. എമ്മിലാണെങ്കിൽ 18 ഇലക്ട്രോൺ വെക്കാം, എന്നിലാണെങ്കിൽ 32 ഇലക്ട്രോൺ വെക്കാം. ഇങ്ങനെയാണ് ഈ ഷെല്ലിൽ അറേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷെല്ലിനകത്ത് വെക്കാൻ പറ്റുന്ന, ഓരോ ഷെല്ലിലും ഓരോ എനർജി ലെവലിലും വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 എന്നിങ്ങനെയാണ്. ഓക്കെ, ഇതിൽ ഡൗട്ടില്ലല്ലോ. ഇനി അഥവാ ഡൗട്ടുള്ളവർ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ഈ 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. 2n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, n എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ നമ്പറാണ്, ഷെല്ലിൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ കെയുടെ നമ്പർ 1 ആണ്, എല്ലിൻ്റെത് 2, 3, 4. ഇപ്പോൾ ഇവിടെ എന്നിന് പകരം നമ്മൾ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 × 1² 2 കിട്ടും, 2 × 2² 8 കിട്ടും, 2 × 3² 18 കിട്ടും, 2 × 4² 32 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇത് കാണാതെ പഠിക്കുക. എങ്ങനെയാണെങ്കിലും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് അറിയാമെങ്കിൽ മാത്രമേ ഈ ഷെല്ലിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാൻ പറ്റൂ. ഇനി അങ്ങോട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് ഇനി നമുക്ക് ഇനിയുള്ള ചാപ്റ്ററുകളിലും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സെക്ഷൻസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചാൽ മതി. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കെയിൽ എത്ര, എല്ലിൽ എത്ര, എമ്മിൽ എത്ര, എന്നിൽ എത്ര എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഫസ്റ്റ് എലമെൻറ്റ് ആദ്യത്തെ ഒരു 20 എലമെൻറ്റ്സിൻ്റെ കാര്യം കാണാതെ പഠിച്ചേക്കണം. ആദ്യത്തെ 20 എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിൾ എടുക്കുക. ആദ്യത്തെ 20 എലമെൻറ്റ് മിനിമം കേട്ടോ, മൊത്തം പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. 118 എലമെൻറ്റ് പഠിക്കാൻ പറ്റുന്നവർക്ക് 118 എലമെൻറ്റും പഠിക്കാം. ഇനി 50 എണ്ണം പഠിക്കാൻ പറ്റുന്നവർക്ക് 50 എണ്ണം പഠിക്കാം. മിനിമം അറ്റ്ലീസ്റ്റ് 20 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൻ്റെ എന്തൊക്കെ പഠിക്കണം? അറ്റോമിക് നമ്പർ പഠിക്കണം, പേര് പഠിക്കണം, സിമ്പിൾ പഠിക്കണം. അറ്റോമിക് നമ്പർ, പേര്, സിമ്പിൾ. എക്സാമ്പിളായിട്ട് 11ാമത്തെ എലമെൻറ്റ് സോഡിയം ആണെന്നറിയണം, സോഡിയത്തിൻ്റെ സിമ്പിൾ Na ആണെന്നറിയണം. ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എലമെൻറ്റ് പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ നമ്പറുകാരൻ, 1ാമത്തെ പേരുകാരൻ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഈ താഴെ എഴുതിയേക്കുന്ന നമ്പർ 1, അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. നമുക്കിപ്പോൾ അറ്റോമിക് നമ്പർ മാത്രം മതി, മാസ് നമ്പർ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് എഴുതി. ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് കാണും. അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും കാണുന്നത്. അതായത് ഒരു അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ അതിൽ 1 ഇലക്ട്രോൺ, ആ 1 ഇലക്ട്രോൺ മാത്രമാണ് അതിൽ ഉള്ളത്, 1 ഇലക്ട്രോൺ. അതിനെ നമ്മൾ ഒന്നങ്ങ് എഴുതി. ആ 1 ഇലക്ട്രോണിനെ നമ്മൾ എവിടെ വയ്ക്കും? ഫസ്റ്റ് ഷെല്ല്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഇതിൽ ഫസ്റ്റ് ഷെല്ല് നമ്മൾ ആ 1 ഇലക്ട്രോണിനെ അങ്ങ് വെച്ചു.
അത്രയേ ഉള്ളൂ. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഫസ്റ്റ് ഷെല്ലിൽ നമ്മൾ ഒരു ഇലക്ട്രോണിനെ അങ്ങ് വെച്ചു. മനസ്സിലായോ? കെ ഷെല്ലിൽ വെക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ എലമെൻറ്റ് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഞാൻ മാസ് നമ്പറിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ പറയുന്നില്ല. മാസ് നമ്പറും കൂടെ അറിയാമെങ്കിൽ നമുക്ക് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം എടുത്തിട്ട് നടുക്ക് ന്യൂക്ലിയസിൽ എഴുതാം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ 1 പ്രോട്ടോൺ 0 ന്യൂട്രോൺ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇലക്ട്രോൺ മാത്രം പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ പറയുന്നത്. ഇത് ഡയഗ്രമാണ്, അതായത് ബോർ മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡയഗ്രം എന്നും പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ തൽക്കാലം ന്യൂക്ലിയസിനകത്തുള്ള നമ്പേഴ്സ് എഴുതുന്നില്ല. നിങ്ങൾ ഓർത്തിരിക്കുക, എഴുതേണ്ടത് എങ്ങനെയാണ്? മാസ് നമ്പർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണും ന്യൂട്രോണിൻ്റെ എണ്ണം എടുക്കുക, ആ എണ്ണം ഇവിടെ എഴുതുക. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീലിയത്തിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 2 ഇലക്ട്രോണിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏത് ഷെല്ലിൽ വയ്ക്കും? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ 2 ഇലക്ട്രോണിനെ എങ്ങ് വയ്ക്കുക. അതായത് ഹീലിയത്തിൻ്റെ സ്ട്രക്ചർ ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണ്, ഇതിൻ്റെ ഫസ്റ്റ് ഷെല്ലാണ്. 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു വെച്ചു. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. കെ ഷെല്ലിലെ ഒന്നാമത്തെ റൗണ്ടിൽ വയ്ക്കാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. അത് ഫില്ലായി. ഓക്കെ, അതിൽ 2 ഇലക്ട്രോണേ മൊത്തം ഉള്ളൂ. മൂന്നാമത്തെ ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഷെല്ല് നമുക്ക് എത്ര എണ്ണം വയ്ക്കാം? ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പരമാവധി എണ്ണം 2 ആണ്. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? മൊത്തം ഇലക്ട്രോൺ 3 ആണ്. കാരണം അറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ എണ്ണവും 3 ആണ് അല്ലേ? അപ്പോൾ 2 ഇലക്ട്രോണിനെ ആദ്യത്തെ ഷെല്ലിൽ വെച്ചു, ബാക്കി ഇലക്ട്രോൺ 1, ആ 1 ഇലക്ട്രോണിനെ രണ്ടാമത്തെ ഷെല്ലിൽ അങ്ങ് വെച്ചു. അതായത് ഇങ്ങനെ വരും. ഇതിൻ്റെ ന്യൂക്ലിയസ് ആണ്, ഇത് ഫസ്റ്റ് ഷെല്ല്. ഒന്നാമത്തെ ഷെല്ല് നമ്മൾ 2 ഇലക്ട്രോൺ അങ്ങ് വെച്ചു. രണ്ടാമത്തെ ഷെല്ല് നിങ്ങൾ കോമ്പസ് ഒക്കെ വെച്ച് വൃത്തിയായിട്ട് വരയ്ക്കണേ. രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണിനെയും വെച്ചു. അപ്പോൾ ഇതാണ് ലിഥിയത്തിൻ്റെ സ്ട്രക്ചർ. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പറയുകയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇതിൻ്റെ സ്ട്രക്ചറും ഒരുമിച്ചങ്ങ് പറയുകയാണ്. മനസ്സിലായി വെക്കുന്നത് എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് അഞ്ചാമത്തെ ബോറോൺ നോക്കാം. ബോറോൺ B5 ആണ് ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ. ഈ 5 അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ 5 ഇലക്ട്രോൺസ് കാണും. 5 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ഇലക്ട്രോണിനെ കെ ഷെല്ലിൽ വെച്ചു, ബാക്കിയുള്ള 3 ഇലക്ട്രോൺ ഉണ്ട്, ആ 3 ഇലക്ട്രോണിനെ എൽ ഷെല്ലിൽ വെച്ചു. അപ്പോൾ 2, 3 എന്ന് വരുന്നത്. എങ്ങനെ ബോറോൺ വരയ്ക്കാം? ന്യൂക്ലിയസ് വരച്ചു, ഫസ്റ്റ് ഷെല്ല് വരച്ചു, അതിലേക്ക് 2 ഇലക്ട്രോണിനെ വെച്ചു, സെക്കൻഡ് ഷെല്ല് വരച്ചു, അതിലേക്ക് നമ്മൾ 3 ഇലക്ട്രോണിനെ വെച്ചു. ഇതാണ് ബോറോൺ. ഇത്രയും വളരെ സിമ്പിളാണ്, എളുപ്പമല്ലേ? ഇതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഇതിനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും, ഇതിനെ ഡയഗ്രം എന്ന് പറയും. ഇലക്ട്രോൺ ഡയഗ്രം അല്ലെങ്കിൽ ബോർ മോഡൽ എന്നൊക്കെ പറയും, ബോർ മോഡൽ ഓഫ് ആറ്റം എന്നൊക്കെ പറയും. ഓക്കെ, നമുക്ക് വേറെ കുറച്ചും കൂടെ വലിയൊരെണ്ണം നോക്കാം. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ സോഡിയം നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 ആണ്. 11 ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 11 ഇലക്ട്രോൺ ആകുമ്പോൾ ആദ്യത്തിൽ 2 ഇലക്ട്രോൺ വയ്ക്കാം, രണ്ടാമത്തിൽ എത്ര എണ്ണം വയ്ക്കും? രണ്ടാമത്തിൽ 8 ഇലക്ട്രോൺ വയ്ക്കാം, മൂന്നാമത്തിൽ എത്ര എണ്ണം വയ്ക്കും? 8 2 10 കഴിഞ്ഞാൽ ബാക്കി 1 ഇലക്ട്രോൺ, അത് മൂന്നാമത്തിൽ വയ്ക്കാം. മനസ്സിലായോ? എങ്ങനെ വരയ്ക്കും? ആദ്യം ഒരു ന്യൂക്ലിയസ് വരച്ചു, അതിനകത്ത് 2 ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിൽ വെച്ചു, കെയിൽ വെച്ചു. അടുത്തത് എല്ലിൽ എത്ര എണ്ണം വയ്ക്കും? 8 എണ്ണം. 3 4 5 6 7 8. വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിത് റഫായിട്ട് വരച്ച് പോകുന്നേ ഉള്ളൂ. 1 ഇവിടെ വെച്ചു. കോമ്പസൊക്കെ വെച്ച് വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിത് പെട്ടെന്ന് നമ്മളെ വീഡിയോ ഞാൻ കോമ്പസൊക്കെ വെച്ച് വരയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയപ്പോൾ നിങ്ങൾ ബോറടിച്ച് നിങ്ങൾ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ കാണാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കോമ്പസ് വെച്ചൊക്കെ വരയ്ക്കണം. അപ്പോൾ ഇതാണ് സോഡിയത്തിൻ്റെ സ്ട്രക്ചർ 2 8 1. ഇനി നമുക്ക് ക്ലോറിൻ ഒന്ന് വരച്ച് നോക്കാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 17 ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 17ാമത്തെ ക്ലോറിൻ വരയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ വയ്ക്കാം? അതിൽ ഫസ്റ്റ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 7, 8 2 10 7 17 അല്ലേ? അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയസ് വരച്ചു, ഫസ്റ്റ് ഷെൽ വരച്ചു, അതിൽ 2 ഇലക്ട്രോൺ വെച്ചു, സെക്കൻഡ് ഷെൽ വരച്ചു, അതിൽ 8 ഇലക്ട്രോൺസ് വെച്ചു, 4 5 6 7 8 വെച്ചു. മൂന്നാമത്തത് വരച്ചു, അതിൽ എത്ര എണ്ണം വയ്ക്കണം? 7 1 2 3 4 5 6 7 എണ്ണം വെച്ചു. ഇതാണ് ക്ലോറിൻ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ? അതിൻ്റെ എണ്ണം അറിയാമെങ്കിൽ, അവിടെ എത്ര എണ്ണം ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെങ്കിൽ ഈസിയായിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വെക്കാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന മറ്റൊരു പേര് വാലൻസ് ഷെൽ എന്നാണ്. വാലൻസ് ഷെൽ. ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ ഷെല്ലാണ്. ഈ മൂന്നാമത്തെ ഷെല്ലാണ് വാലൻസ് ഷെൽ എന്നും പറയുന്നത് കേട്ടോ. ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, വാലൻസ് ഷെൽ എന്ന്. പലർക്കും സംശയം പറയുന്നതാണ് എന്താണ് ബാലൻസ്ഡ്, വേറെ എങ്ങും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ഏറ്റവും അവസാനത്തെ നമ്പറാണ്. വാലൻസ്
ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാം അവസാനം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാലൻസ് ഷെല്ലിൽ വരാവുന്ന പരമാവധി എണ്ണം 8ആണ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ പൊട്ടാസ്യത്തിൻ്റെ ഒന്ന് എഴുതി നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. പൊട്ടാസ്യം K 19ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. 19 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തേതിൽ 2 ഇലക്ട്രോൺ വെച്ചു അല്ലേ, രണ്ടാമത്തേതിൽ 8 ഇലക്ട്രോൺ വെച്ചു, 8 2 10ആയി. ഇനി എത്ര നമ്മുടെ കയ്യിലുണ്ട്? 10 കഴിഞ്ഞാൽ പിന്നെ 9 എണ്ണം അല്ലേ. മൂന്നാമത്തേതിൽ നമുക്ക് 18 എണ്ണം വരെ മാക്സിമം വെക്കാം. അതുകൊണ്ട് എല്ലാവരും എഴുതും ഇവിടെ 9 എന്ന്. പക്ഷേ ആക്ച്വലി ഇവിടെ 9 അല്ല, അവിടെ 9 അല്ല. പിന്നെയോ നമ്മുടെ ഒരു നിയമമുണ്ട്, അവസാനത്തെ ഷെല്ലിൽ അതിപ്പോൾ ഏതാണെങ്കിലും K ആണോ, M ആണോ, L ആണോ, N ആണോ, O ആണോ, ഏത് ഷെല്ലാണെങ്കിലും ലാസ്റ്റ് ഷെല്ല് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതിൽ 8 എണ്ണേ പരമാവധി മാക്സിമം 8 എണ്ണേ വെക്കാൻ പറ്റൂ. അതൊരു നിയമമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര എണ്ണം വയ്ക്കാൻ പറ്റും? ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? 2 എഴുതാം, രണ്ടാമത്തിൽ 8 വയ്ക്കാം, മൂന്നാമത്തിൽ 8 വയ്ക്കാം, ബാക്കി നമ്മുടെ ഒരെണ്ണം ബാക്കിയുണ്ട്, അതെടുത്ത് 4ാമത്തെ ഷെല്ലങ്ങ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് കാൽസ്യം 20 വരുമ്പോൾ എന്ത് വരും? 20 വരുമ്പോൾ 2 8 8 2. അതിന് കാരണം എന്താണ്? ലാസ്റ്റ് വരുന്ന നമ്പർ ഒരിക്കലും 8ൽ കൂടാൻ പാടില്ല. അതൊരു നിയമമാണ്. ഓക്കെ, അതൊരു നിയമമാണ്. അതെന്താണൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിൽ വരുമ്പോൾ പഠിക്കാം. എന്തായാലും ഇത്രയും ഓർത്തിരിക്കുക. ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. വളരെ സിമ്പിളല്ലേ? സിമ്പിളാണ്. ഇനി 2 ടേമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അടുത്തൊരു ടേം ഈ ചാപ്റ്ററിൽ തീർന്നു. ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഐസോട്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കേണ്ട. ഐസോട്ടോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും വരുന്ന ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. ഐസോട്ടോപ്സ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ ഹൈഡ്രജൻ 1 1, ഹൈഡ്രജൻ 1 2, ഹൈഡ്രജൻ 1 3. മാസ് നമ്പർ വ്യത്യാസം വരും, കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലെ വ്യത്യാസമാണ്. മാസ് നമ്പറിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണത്തിലെ പ്രോട്ടോൺ മാറില്ല. അപ്പോൾ ഇതിൽ 3ൻ്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ നോക്കി, ഒന്നാമതിൽ 1 2 3. കാർബൺ C6 12 ഉണ്ട്, C6 13 ഉണ്ട്, C6 14 ഉണ്ട്. ഇങ്ങനെ വരുന്നതിനാണ് ഐസോട്ടോപ്സ്. ഐസോട്ടോപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു എലമെൻറ്റ് തന്നെയായിരിക്കും, അതിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് ഐസോട്ടോപ്സ്. ഇനി എന്താണ് ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വരുമ്പോഴാണ് അതിന് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആർഗണിൻ്റെ 18 40, അതുപോലെ പൊട്ടാസ്യം 19 40, കാൽസ്യം 20 40. നോക്കി, ഇവിടെ 3ൻ്റെയും മാസ് നമ്പർ 40 ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ്. 3 എലമെൻ്റ് ആണ്. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സ് ആണ്, 3 എലമെൻറ്റ്സ്, 3 ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെ വരുന്നതിന് നമുക്ക് എന്ത് പറയാം? ഐസോബാർസ് എന്ന് പറയാം. ഐസോബാർ. ഇതാണ് ഐസോട്ടോപ്പ് ഐസോബാർ തമ്മിലുള്ള വ്യത്യാസം. അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റും ആണെങ്കിൽ അതെന്ത് വരും? ഐസോട്ടോപ്പ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ സെയിമും അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് വരും. ഒരേ എലമെൻ്റ് ആണെങ്കിൽ ഐസോട്ടോപ്പും, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഐസോബാർസും. അങ്ങനെ ഓർത്തിരിക്കാം. എന്തായാലും ഇതിൻ്റെ പ്രത്യേകത, ഈ എച്ചിൻ്റെ ഹൈഡ്രജൻ്റെ H11 എന്ന് പറയുന്നത് പ്രോട്ടിയം എന്ന് പറയും. പ്രോട്ടിയം. ഇത് H12 ഡ്യൂട്ടീരിയമാണ്. മറ്റേത് ട്രിഷ്യം. ഡ്യൂട്ടീരിയം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂട്ടീരിയം നമ്മൾ 8ാം ക്ലാസ്സിൽ ഹെവി വാട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ, ഹെവി വാട്ടറിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? അതിൽ ഹെവി വാട്ടർ ഉണ്ടാകുന്നത് ഈ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹെവി വാട്ടർ ഉണ്ടാകുന്നത്. സാധാരണ ഹൈഡ്രജൻ ആണെങ്കിൽ വാട്ടർ ഉണ്ടാവും, സാധാരണ വാട്ടർ ഉണ്ടാവും. ഇത് ഹെവി വാട്ടർ ഉണ്ടാവും. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ കൂളൻ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കാർബൺ 14 ആണ്. ഇവനെ ഒന്ന് പിടിച്ചോണം. കാർബൺ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയും. അതായത് ഈ ഫോസിലുകളുണ്ടല്ലോ, പണ്ടത്തെ കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകളുടെയും അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ, ഓർഗാനിക് ആയിട്ടുള്ള റിമെയിൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ കാർബൺ ഡേറ്റിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണ് C14. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14 എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ കാർബൺ ഡേറ്റിംഗ് നടത്താൻ അല്ലെങ്കിൽ ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം, ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഈ കാർബൺ 14. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ഐസോട്ടോപ്സിൻ്റെ യൂസസ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം പഠിച്ചോണം, കാരണം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് അയഡിൻ 131 ഉണ്ട്, അതായത് തൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൊണ്ടയിലുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ,
ഈ തൈറോയ്ഡ് ഗ്ലാൻഡും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ അയൺ 131. യുറേനിയം ഉണ്ട്, യുറേനിയം 235. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊബാൾട്ട് 60 ഉണ്ട്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൊബാൾട്ട് 60. പിന്നെ സോഡിയം 24 ഉണ്ട്, ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസിലേക്ക് ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയൺ 59 ഉണ്ട്, നമ്മുടെ അനീമിയ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖങ്ങളിൽ ഒരു ഡെഫിഷ്യൻസി ഡിസീസ്, അയണിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് അനീമിയ, അല്ലെങ്കിൽ വിളർച്ച, ക്ഷീണവും ഒക്കെ ഉള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്താണ് അയൺ 59. അപ്പോൾ ഇതെല്ലാം ഈ തന്നിരിക്കുന്ന നോക്ക്, അയഡിൻ 131. നമ്മുടെ കയ്യിൽ ആകെ 118 എലമെൻ്റല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് 131 തന്നേക്കുന്നത്? തന്നേക്കുന്നത് മാസ് നമ്പറാണ്, അറ്റോമിക് നമ്പർ അല്ല കേട്ടോ. അറ്റോമിക് നമ്പറാണ് 118 വരെ, മാസ് നമ്പർ അതിൽ കൂടുതൽ വരാം, 235 ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മാസ് നമ്പറാണ് തന്നേക്കുന്നത് കേട്ടോ, അത് തെറ്റിപ്പോകരുത്. അപ്പോൾ ഇത് ഇത്രയും കാണാതെ പഠിക്കുക. ഐസോട്ടോപ്പ്, ഐസോബാർ, കുറേ എലമെൻറ്റ്സ് വന്നിട്ട് അതിനകത്ത് ഐസോട്ടോപ്സ് എഴുതാൻ പറയും, ഐസോബാർസ് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അത് ലെറ്റേഴ്സ് സക്സസ്സിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക, വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക്, താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ഇട്ടിരുന്നാൽ ഞാനത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിൻ്റെ കമൻസും ലൈക്സും ഒക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇനി അടുത്ത വീഡിയോ ചെയ്യണോ വേണ്ടേ ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത്. കാരണം ഇതിനകത്ത് കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അതും പറയാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.